കുറിച്ച് വിശ്വസിക്കുക എന്നത് ഈമാനിന്റെ ഒരു ഭാഗം. അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസം, അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ച് വിശ്വസിക്കുക, അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് വിശ്വസിക്കുക. മാഷാ അല്ലാഹ്, എല്ലാം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. മുഅ്മിനീങ്ങൾ, പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് സയ്യിദുനാ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാൾ വരെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെറിയ ഒരു 23 കൊല്ലത്തിന്റെ ഇടയിൽ നമുക്ക് പഠിപ്പിച്ചു. മാത്രമല്ല, അതിന്റെ ദൗത്യമായി നമ്മുടെ കയ്യിൽ വലിയ ഒരു കിതാബ് തന്നെ ഏൽപ്പിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖുതുബയിൽ പറഞ്ഞു, എന്തിനാണ് പ്രവാചകന്മാരെ അല്ലാഹു തആല അയച്ചത്? നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ കഴിയാത്ത പല വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കി തരാനാണ്. നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ചിന്തക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്. അതൊക്കെയും മനസ്സിലാക്കി തരാനാണ് പ്രവാചകന്മാര് അല്ലാഹു തആല നമ്മിലേക്ക് അയച്ചു തന്നത്. അത് വിശ്വസിക്കണം, നിർബന്ധമാണ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമ്മുടെ ഈമാൻ പൂർത്തിയാവൂല. മുഹമ്മദ് റസൂലുള്ളാഹ് അതുണ്ടായാലേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. ഞാൻ ഇത് പറയാൻ കാരണം, ഇക്കാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള വിഷയം എന്ന് പറയാൻ കാരണം, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും ന്യൂ ജനറേഷനാണ്. അവർക്ക് കയ്യിൽ വരെ പൈസ വന്നപ്പോ അവർ ഇരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, എന്ത് മരിച്ചിട്ട് കുറെ കാലം കബറിൽ കിടക്കുന്ന, കബറിൽ കിടന്നാൽ പിന്നെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? മണ്ണാക്കി പോകുന്നതല്ലേ. പിന്നെ കബറിൽ അതാവുണ്ട്. എന്താ ഞാൻ ഒരു ചെറുപ്പക്കാരൻ, നല്ല സുലജമാത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അവന്റെ ചങ്ങായിമാർ ഇങ്ങനെ ഓന്റെ തലക്ക് ഇട്ട് കൊടുത്ത കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. അതായത് നിരീശ്വരത, ചെറുപ്പക്കാർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന്റെ ഇടയ്ക്ക് ഈ ഖുർആൻ, അല്ലാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ്, അതിന്റെ ഇടയിൽ വരുമ്പോൾ ഭയങ്കര ചോരയാണ്. അവന്റെ ചിന്ത ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം, എന്ത് സ്വർഗം, എന്ത് നരകം. അപ്പോ അയാൾ ചോദിച്ച ഒന്നാം ചോദ്യം തരും, സാറേ, ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ കബറിൽ അല്ലാഹു തആല ശിക്ഷിക്കുന്നത് എത്ര നാ ശിക്ഷിക്കും? എത്ര നായടെ ശിക്ഷിക്കും? ശിക്ഷിച്ചിട്ട് അള്ളാഹ്ക്ക് ഒരു മടുപ്പ് വരുന്നില്ല. അള്ളാഹ്ക്ക് ഒരു മടുപ്പില്ലേ? അള്ളാഹ് ശിക്ഷിക്കുന്നത് അതിന് വേറെ മലക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ മലക്കുകൾക്ക് ഒരു മടി വരുന്നില്ലേ? നമുക്കാണല്ലോ ഒരാളിപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കുറെ അടിച്ചിട്ടാകുമ്പോ നമുക്കൊരു സമാധാനം. അപ്പൊ അതുപോലെ അള്ളാഹ് അങ്ങനെ ആക്കുന്നത്. പിന്നെ എന്ത് ഇങ്ങനെ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, അങ്ങനെല്ലാം പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന എന്തിനേന്ന് ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം. അതായത് അതിന്റെ പിന്നീട് എന്താ? അടിച്ചു പൊളിച്ച് ജീവിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് ഞാൻ പറയാണ്. നമ്മുടെ നാട്ടിൽ കുറെ നിരീശ്വരവാദികൾ കുറെ, പക്ഷെ വളരെ നിസ്കരിക്കൽ വന്നിട്ട്, നിസ്കാരം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുടുങ്ങിയിട്ടത് പോകുന്നു. പക്ഷെ ഉള്ളിൽ അവരുടെ വിശ്വാസവും അവരുടെ ആശയങ്ങളും നിരീശ്വരവാദമാണ്. അതാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെയുള്ള ഒരു ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോഴാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് എന്ത് ചിന്തിക്കാൻ നമുക്ക്? അല്ല, ഈ കാണുന്ന വിഷയങ്ങൾ ഇങ്ങനെ ചിന്തിക്കാതെ. ഇത് മാത്രമല്ല നമുക്ക് കാണാത്ത ഇപ്പോ ഈ ദുനിയാവിൽ ഒരു പന്ത് മോളിൽ എറിഞ്ഞാൽ അത് താഴെ വന്നിട്ട് വീഴുന്നല്ലേ? എന്നാ ഇതേ അവസ്ഥ അല്ലല്ലോ ചന്ദ്രനോ വലിയ പോയാൽ അവരുടെ വീഡിയോയിലും അവരുടെ വീഡിയോസ് തന്നെ കണ്ടത് അല്ലെ? മനുഷ്യന് ഇങ്ങനെ കാറ്റിലൂടെ നമ്മ പറയും, ചിലപ്പോ ഭയങ്കര കറാമത്തല്ലേ നമ്മ വീട്. ഇപ്പൊ ഞാനിപ്പോ എന്തിരിക്കാതെ ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ നിന്നിട്ട് ഇപ്പോ വാദല്ല പറഞ്ഞത് ഇങ്ങനത്തെ പറയും, എന്ത് ഉസ്താദ് മാഷാ അല്ലാഹ്. പിന്നെ ക്യൂ ആയിരിക്കും, മന്ത്രിക്കാരും ക്യൂ ആയിരിക്കും. അത് കറാമത്താണല്ലോ, ഭയങ്കര കറാമത്തിന്റെ ഉസ്താദ്, ഭയങ്കരം. ഇതിനകത്ത് ഇപ്പൊ ഭയങ്കര അത്ഭുതമായി ക്രിസ്ത്യാനി അത്ഭുതം. ഇക്കൊല്ലം ഭയങ്കരമായത് കഴിഞ്ഞ കൊല്ലം ഭയങ്കര ഭയങ്കരമായപ്പോ
ഒരു ദിവസം ഞാൻ സലാത്തിന് അന്ന് സലാത്ത് തീർപ്പോ ഇയാൾക്ക് മഴ വാട്സാപ്പിലൂടെ ഒരു സാധേ നിങ്ങളത് വന്നിട്ടുണ്ട് അന്ന് അപരാക്കിയിട്ടുണ്ട് ഭയങ്കരമായ മഴയാണ്. നമ്മളത് വന്നല്ല ആരെങ്കിലും ഈ നാട്ടിൽ മാത്രമല്ല മായവല്ല എല്ലാ നാട്ടിലും വന്നു എല്ലാ അവസ്ഥമാരും പറഞ്ഞു എല്ലാവരും ആക്കി പറഞ്ഞു ആരെങ്കിലും ഒരു ആരെങ്കിലും അപ്പൊ എന്താ പറഞ്ഞത് വീട് അങ്ങനെ ചെയ്താൽ അത് ഭയങ്കര ആപത്താണ്. പക്ഷെ ആ ലോകത്തിലോ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പറ്റുമോ? ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ? ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആളുന്ന ഒരു മാറ്റം ഇതേപോലെ തന്നെ അവിടുത്തെ അവസ്ഥ അല്ല. എല്ലാ ലോകവും ഒരുപോലെയല്ല. ഞങ്ങൾ കാണുന്ന ഖബറ് അത് നമ്മുടെ ആ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെയല്ല. അതിന് മഹാന്മാർ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വപ്നത്തിലൂടെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അയാൾ വർക്കിലൂടെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ട്. എന്താ സ്വപ്നം? അയാൾ ഗൾഫിൽ പോയത്, പൈസ ആക്കിയത്, കച്ചവടത്തിൽ ഭയങ്കര ലാഭം കിട്ടിയത്, ടിക്കറ്റ് എടുത്ത നാട്ടിലേക്ക് 4 കോടി പൈസ കിട്ടിയത്, എന്ത് സന്തോഷം! ചങ്ങായിമാരെല്ലാം വിരുന്ന് ഡിന്നർ മന്തി എല്ലാം കൊടുത്ത് കുറച്ച് നേരമാകുമ്പോ ഇതൊക്കെ വന്ന് വിളിക്കുന്നത് അതിന്റെ ഉള്ളിലാണ് വന്നിട്ട് അല്ലെ ഇവന്റെ ആത്മാവ് എവിടെന്താ പോയി, ഏതെല്ലാം ലോകത്തിലെത്തി, എന്തെല്ലാം കണ്ട് മുന്നിൽ കിടക്കുന്ന നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഇത് ഈ ദുനിയാവിന്റെ വിഷയമാണെങ്കിൽ അവനെ കുറിച്ച് അവന്റെ ചിന്തിക്കാനാ. ഇവിടെ മുന്നിൽ ഖബറുണ്ടാവും, ഇവിടെ മുന്നിൽ ആള് കിടക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ സുഖിക്കുന്ന ആളാണെങ്കിൽ അന്ന് സുഖം കൊടുക്കും. അതിന് പരിചയമൊന്നുമില്ല. ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു പ്ലേറ്റ് ബിരിയാണി വെച്ചാൽ അതിന്റെ വേറൊക്കെ നല്ല ഉഷാറായി, പിന്നെ വേറെ നല്ല സ്പെഷ്യലായിട്ട് പിന്നെ ഒരു അൽഫാം കൊണ്ട് വെച്ചാൽ നമുക്ക് വേണോ? വേണ്ട. അതെ, ഫുള്ളായി. എന്താ സ്വർഗം? എന്താ സ്വർഗത്തിനെ കുറിച്ച് അഭിമാനങ്ങൾ പറഞ്ഞെന്താ? മതിയേണ്ടതുണ്ട? സ്വർഗത്തിന് മതിയേണ്ടതില്ല. എത്ര കഴിക്കാൻ വേറെ തോന്നി പിന്നെ ടോയ്ലറ്റിൽ പോണോ മുദ്രിക്കാനോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാത്ത ലോകാണ് സ്വർഗം. അതുപോലെയാണ് നരകം. അവിടെ അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾക്ക് അള്ളാഹു തആല പെർമനന്റായി 2 ദിവസം കഴിയുമ്പോ അള്ളാഹ്ക്ക് മടുത്തു അല്ലെങ്കിൽ ജവാനിയായ മലക്കുകൾക്ക് ഒരു പ്രയാസം അതൊന്നും ഇല്ലാത്ത ലോകാണ്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിക്കണോ? മഹത്തുക്കളായ പ്രവാചകന്മാർ അത് നമുക്ക് മനസ്സിലാക്കി തരണോ? അതിനു വേണ്ടിയിട്ടാണ് ലക്ഷത്തിൽ വരം പ്രവാചകന്മാരെ അല്ലാഹു തആല അയച്ചു തന്നത്. അതിന്റെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ശ്രദ്ധിച്ചേ തീരൂ, ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ആഖിറത്തിലും ദുനിയാവിലും വലിയ പരാജയം നമുക്ക് തേടി വരും. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, ഒരാൾ നിരീശ്വരവാദിയായാൽ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലണം. അതിന്റെ ഇടയ്ക്ക് മുമ്പ് ഒരു മഹലിൽ ജോലി ചെയ്തപ്പോ ആ മഹലിൽ ഒരു ചെറുപ്പക്കാരൻ നല്ല ഉഷാറുള്ള ഈ പത്രമാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിച്ച ചെറുപ്പക്കാരനാണ്. അയാൾ നിരീശ്വരവാദിയാണ്. അടച്ചോനില്ല, ദീനില്ല, ഖുർആനെന്ത് ഹദീസെന്ത് അങ്ങനെ മനുഷ്യന്മാരുടെ ഭയങ്കര. അവസാനം അയാൾക്ക് കല്യാണം കഴിക്കേണ്ടി വരും. കല്യാണം കഴിക്കണമെങ്കിൽ പള്ളിക്ക് രണ്ടുപേരാണോ? ആരും ചോദിക്കും ഏത് മാറ്റി ഏഴാമത്തെ ഉസ്താദ് ഏഴാമത്തെ പേപ്പർ ചോദിക്കും. അല്ലെ, പേപ്പറിന്റെ ഉസ്താദില്ലെങ്കിൽ പേപ്പർ ഇമ്പോർട്ടന്റ്. അപ്പൊ ഓന് കല്യാണം കഴിക്കാനും അമ്മയെല്ലാം വിസാരിച്ചു. കല്യാണം കഴിക്കാൻ ജവാത്താണ്. ആള് നിരീശ്വരവാദിയാണ്. അങ്ങനെ വണ്ടിക്ക് വന്നു കത്തിരിക്കാൻ വേണ്ടി. അവർക്ക് സുബ്ഹാനല്ലാഹ് ആകെ പ്രശ്നമായി. ഓന് നിരീശ്വരവാദിയാണ്. അപ്പോ ആദ്യമായിട്ട് ചർച്ച ചെയ്തപ്പോ ആദ്യം പറഞ്ഞു, അയാൾക്ക് നിങ്ങളുടെ പള്ളിയിലെ ലെറ്റർ കാർഡ് കൊടുക്കണമെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരണം. അങ്ങനെ കുറെ ആളുകളെ മുന്നിൽ വെച്ച് അയാൾ പുതിയൊരു ഇസ്ലാമാണ്. ഇസ്ലാമാണ് ഷഹാദത്തിന്റെ കലിമ ചൊല്ലി അയാൾ ഇപ്പൊ അൽഹംദുലില്ലാഹ് നല്ലൊരു മുസ്ലിം പ്രവർത്തകനായി അയാൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹിദായത്ത് അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ്. അപ്പൊ ചെറുപ്പക്കാരോട് അവരോട് പറയാനുണ്ട്, ചെറുപ്പക്കാരന് പോയി നമ്മളല്ല അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ്, റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഇതിനെന്ത് സമയമില്ല, ഇതിനെന്ത് ആളുകൾ സമയമില്ല. ഇപ്പൊ അവർക്ക് വേണ്ടതല്ല ഒരുപാട് വലിയ വലിയ ചിന്താഗതിക്കാരും വലിയ ബുദ്ധിമാന്മാരും അവർക്ക് ക്ലാസ് കൊടുക്കുന്നു. അത് കേട്ടിട്ട് പിന്നെയും ആളുകൾ മെമ്പറെ കൂട്ടാൻ. അപ്പോ
എന്ത് ബേജാറാക്കിയ കാര്യം, കാരണം റസൂൽ പണ്ടേ പറഞ്ഞത് ഖിയാമത്ത് നാളാകുമ്പോൾ ഇവിടെ വിദേഹത്ത് കൂടും, നിരീശ്വരവാദങ്ങൾ കൂടും, മോമിനിയങ്ങൾ കുറഞ്ഞു വരും, ഖിയാമത്തുള്ള ആളുകൾ വളരെ കുറഞ്ഞു വരും. ഏതായാലും ഉള്ള ഞങ്ങൾക്ക് നമ്മുടെ ഈമാനിനെ മെച്ചപ്പെടുത്തുക, അതിനെ നല്ല രൂപത്തിൽ ഉറച്ച ഈമാനാക്കി മാറ്റുക എന്നത് നമ്മുടെ കടപ്പാടാണ്. അതിനു വേണ്ടിയാണ് പ്രവാചകന്മാരുടെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്നും പ്രവർത്തിക്കുകയാണ് മഹത്തുക്കളായ ആലിമീങ്ങൾ. മഹത്തുക്കളായ ദീനിന്റെ വാലിദീങ്ങളായ ആലിമീങ്ങൾ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉപദേശങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അള്ളാഹു നമുക്ക് നോക്കി ചെയ്യുമാറാകട്ടെ. അത്രക്കാരുടെ സർവ്വവിധ ഫിത്നകളിൽ നിന്ന് പടച്ചവനെ ഞങ്ങൾക്ക്, നമ്മുടെ നാട്ടിലുള്ള സർവ്വ മോമിനിയങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ കാവലാകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഞാൻ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട മറിയം എന്ന പേരുള്ള ആ ഉമ്മാക്ക് നീ പൊരുത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ വളയം ഉസ്താദ്, ഹസൈനാർ ഉസ്താദ് നീ പൊരുത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ മരുമകൻ ഗൾഫിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയതാണ് ഞാൻ ഈ അൻസാരി എന്ന് പറയുന്ന എനിക്ക് കുന്നുകാരനായ ചെറുപ്പക്കാരൻ അല്ലാഹുവേ നീ പൊരുത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ആരൊക്കെ നമുക്ക് അറിഞ്ഞവർ, അറിയാത്തവർ, പരിചയമുള്ളവരും ഇല്ലാത്തവർ, ആലിമീങ്ങൾ അല്ലാത്തവർ മരിച്ചുപോയ എല്ലാ ആളുകൾക്കും നിന്റെ പ്രത്യേകമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. آمين برحمتك يا أرحم الراحمين. إلى حضرة النبي المصطفى محمد.